എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വാഹനത്തിലെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻജിൻ ഡ്രൈവ് ബെൽറ്റ് പരിശോധിക്കുവാനും ക്രമീകരിക്കുവാനും ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം സർവീസ് ചെയ്യുവാനും നമുക്ക് പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് എൻജിൻ ഡ്രൈവ് ബെൽറ്റ് പരിശോധിക്കുക, എൻജിൻ ഡ്രൈവ് ബെൽറ്റ് ക്രമീകരിക്കുക, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വയറിംഗ് സർക്യൂട്ട് കണ്ടെത്തുക, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വയറിംഗ് സർക്യൂട്ട് വായിക്കുക, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് പ്രശ്നപരിഹാരം എന്നിവ ചെയ്യാൻ കഴിയും. ഇതിനാവശ്യമായ ഉപകരണങ്ങൾ, യന്ത്രസാമഗ്രികൾ, വസ്തുക്കൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, ഹെവി വെഹിക്കിൾ ഒരെണ്ണം, പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനം ഒരെണ്ണം, എൻജിൻ ഡ്രൈവ് ബെൽറ്റ് ഒരെണ്ണം, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഉള്ള ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വെഹിക്കിളിൻ്റെ പ്രവർത്തന മോഡൽ ഒരു സെറ്റ്, സ്കാൻ ഉപകരണം ഒരെണ്ണം, മൾട്ടിമീറ്റർ ഒരെണ്ണം, പവർ സ്റ്റിയറിംഗ് ഓയിൽ ആവശ്യാനുസരണം, കോട്ടൺ വേസ്റ്റ് ആവശ്യാനുസരണം, സോപ്പ് ഓയിൽ ആവശ്യത്തിന്, കണക്റ്റിംഗ് വയർ ആവശ്യത്തിന്. നടപടിക്രമം: എൻജിൻ ഡ്രൈവ് ബെൽറ്റ് പരിശോധിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. കാഴ്ചയിൽ എക്സസീവ് വെയറോ വിള്ളലുകളോ ഉണ്ടോ എന്ന് എൻജിൻ ഡ്രൈവ് ബെൽറ്റ് പരിശോധിക്കുക. ബെൽറ്റിൽ ദൃശ്യമായ വിള്ളലുകൾ ഉണ്ടോ എന്ന് നോക്കുക. ചെറിയ വിള്ളലുകൾ സാധാരണ തേയ്മാനമായിരിക്കാം, പക്ഷേ ആഴത്തിലുള്ളതോ വിപുലമായതോ ആയ വിള്ളലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബെൽറ്റ് അതിൻ്റെ ലൈഫ് സ്പാനിൻ്റെ അവസാനത്തിലെത്തുന്നതിൻ്റെ സൂചനയാണിത്. എൻജിൻ ഡ്രൈവ് ബെൽറ്റിൽ എന്തെങ്കിലും വെയറോ വിള്ളലുകളോ കണ്ടെത്തിയാൽ മാറ്റി സ്ഥാപിക്കുക. ഡാംബറിനും വാട്ടർ പമ്പ് പുള്ളികൾക്കും ഇടയിലുള്ള ഫാൻ ബെൽറ്റിൽ തംബ് പ്രഷർ ഉപയോഗിക്കുക. ബെൽറ്റ് 12 മുതൽ 18 മില്ലിമീറ്റർ വരെ കുറയണം. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഡിസ്കണക്ട് ചെയ്യുക. ഓൾട്ടർനേറ്ററിൻ്റെയോ ഡൈനമോയുടെയോ മൗണ്ടിംഗ് ബോൾട്ടുകൾ അഴിച്ചുമാറ്റുക. ലിങ്ക് ബ്രാക്കറ്റിലെ നട്ടുകൾക്ക് അയവ് വരുത്തുക. ശരിയായ ടെൻഷൻ ലഭിക്കുന്നതുവരെ അനുയോജ്യമായ ലിവർ ഉപയോഗിച്ച് ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഡൈനമോയെ എഞ്ചിനിൽ നിന്ന് അകറ്റുക. ബോൾട്ടുകളും നട്ടുകളും മുറുക്കുക. എല്ലാ പുള്ളികളിലും ബെൽറ്റ് ശരിയായി ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. തെറ്റായ ക്രമീകരണം അസന്തുലിതമായ വെയറിന് കാരണമാവുകയും ബെൽറ്റിൻ്റെ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യും. ബെൽറ്റ് ടെൻഷൻ വീണ്ടും പരിശോധിക്കുക. ബാറ്ററി കേബിൾ വീണ്ടും ഘടിപ്പിക്കുക. EPS അല്ലെങ്കിൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വയറിംഗ് സർക്യൂട്ട് കണ്ടെത്തുക. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഘടകങ്ങൾ തിരിച്ചറിയുക. വയറിംഗ് വായിക്കുക. പവർ സ്റ്റിയറിംഗ് ഓയിൽ ലെവൽ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുക. ഇഗ്നിഷൻ ഓണാക്കുക. EPS വാർണിംഗ് ലൈറ്റ് പരിശോധിക്കുക. ലൈറ്റ് ഓണാകുന്നില്ലെങ്കിൽ സർവീസ് മാനുവൽ അനുസരിച്ച് വാർണിംഗ് ലൈറ്റ് സർക്യൂട്ട് പരിശോധിക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് EPS വാർണിംഗ് ലൈറ്റ് ഓഫ് ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും ഇത് ഓൺ ആണെങ്കിൽ സർവീസ് മാനുവൽ നടപടിക്രമം അനുസരിച്ച് വാർണിംഗ് ലൈറ്റ് സർക്യൂട്ട് പരിശോധിക്കുക. സ്റ്റിയറിംഗ് പ്രവർത്തനം പരിശോധിച്ച് ഹാർഡ് സ്റ്റിയറിംഗ് വാഹനം ഒരു വശത്തേക്ക് വലിക്കൽ, മോശം പുവർ സെൽഫ് സെൻറ്ററിംഗ്, എക്സസീവ് സ്റ്റിയറിംഗ് പ്ലേ, സ്റ്റിയറിംഗ് ഗിയർ ബോക്സിലെ അസാധാരണമായ ശബ്ദം തുടങ്ങിയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. ഇഗ്നിഷൻ സ്വിച്ച് ഓഫ് പൊസിഷനിലേക്ക് തിരിക്കുക. ഡേറ്റ ലിങ്ക് കണക്ടർ അല്ലെങ്കിൽ DLC ഉപയോഗിച്ച് സ്കാൻ ടൂൾ ബന്ധിപ്പിക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക. സ്കാനറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡ് അല്ലെങ്കിൽ DTC വായിക്കുക. ഇഗ്നിഷൻ സ്വിച്ച് ഓഫ് ചെയ്ത് സ്കാൻ ടൂൾ നീക്കം ചെയ്യുക. ECM അല്ലെങ്കിൽ എൻജിൻ കൺട്രോൾ മോഡ്യൂളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡ് പരിശോധിക്കുക. സെൻസർ സ്വിച്ചുകൾ, വയറിംഗ്, ഹാർനസ് കൺട്രോൾ മോഡ്യൂളുകൾ, മറ്റു ഭാഗങ്ങൾ എന്നിവ പരിശോധിക്കുക. സർവീസ് മാനുവൽ പ്രൊസീജിയർ അനുസരിച്ച് ഡിഫക്റ്റീവ് ഭാഗങ്ങൾ നന്നാക്കുകയും മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് EPSൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് വീണ്ടും പരിശോധിക്കുക. ഇഗ്നിഷൻ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്കാനർ DLCയിലേക്ക് ബന്ധിപ്പിക്കുക. ഇഗ്നിഷൻ ഓണാക്കുക. സ്റ്റെപ്പ് 19 സ്കാനർ ടൂൾ രേഖപ്പെടുത്തിയ DTC മായ്ക്കുക. സ്റ്റെപ്പ് 20 DTC മായ്ച്ചു കളഞ്ഞ ശേഷം ഇഗ്നിഷൻ ഓഫ് ചെയ്യുക. സ്റ്റെപ്പ് 21 സ്കാൻ ടൂൾ നീക്കം ചെയ്യുക. കണക്ടർ വിച്ഛേദിച്ചുകൊണ്ട് വെഹിക്കിൾ സ്പീഡ് സെൻസറിൻ്റെ റെസിസ്റ്റൻസ് പരിശോധിക്കാം. ജനറേറ്റഡ് പൾസ് അതിൻ്റെ വോൾട്ടേജായി അളക്കുന്നതിലൂടെ വെഹിക്കിൾ സ്പീഡ് സെൻസറിൻ്റെ പ്രവർത്തനം പരിശോധിക്കാൻ കഴിയും. ഈ അളവെടുക്കലിനായി ലിഫ്റ്റിൽ സ്പിന്നിംഗ് വീൽസ് ചെയ്യുമ്പോൾ
ഡി പൊസിഷനിൽ സെലക്ടർ ലിവറിൽ ഒരു അനലോഗ് വോൾട്ട് മീറ്റർ ഉപയോഗിക്കുക. വെഹിക്കിൾ സ്പീഡ് സെൻസർ സ്പെസിഫിക്കേഷനുകൾ: കോയിൽ റെസിസ്റ്റൻസ് 100 to 300 ohms. ഔട്ട്പുട്ട് വോൾട്ടേജ് മണിക്കൂറിൽ 40 കിലോമീറ്റർ. ടാസ്ക് 3. EPSന്റെ പ്രശ്നപരിഹാരം. ഇഗ്നിഷൻ ഓഫാക്കുമ്പോൾ VSS അല്ലെങ്കിൽ വെഹിക്കിൾ സ്പീഡ് സെൻസർ കപ്ലർ ഡിസ്കണക്ട് ചെയ്യുക. ശരിയാണെങ്കിൽ സ്റ്റെപ്പ് 2ലേക്ക് തുടരുക. അല്ലാത്ത പക്ഷം VSS മാറ്റി സ്ഥാപിക്കുക. VSS അല്ലെങ്കിൽ BR/W വയർ ടെർമിനലിലേക്കുള്ള കണക്ഷൻ പരിശോധിക്കുക. ശരിയാണെങ്കിൽ VSS റെസിസ്റ്റൻസ് പരിശോധിക്കുക. ടെർമിനലുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് 100 to 300 ohm ആയിരിക്കണം. ടെർമിനലുകളും ട്രാൻസ്മിഷൻ ബോഡിയും തമ്മിലുള്ള റെസിസ്റ്റൻസ് 1 മെഗാ ഓമോ അതിൽ കൂടുതലോ ആയിരിക്കണം. കേടുപാടുകൾ, വിദേശ വസ്തുക്കൾ, ശരിയായ ഇൻസ്റ്റലേഷൻ, നല്ല അവസ്ഥ എന്നിവയ്ക്കായി VSS, കൗണ്ടർ ഷാഫ്റ്റ് ഗിയർ പരിശോധിക്കുക. വയർ കണക്ഷനുകൾ എന്നിവ ശരിയാണെങ്കിൽ തകരാർ PCMന്റെ ഇൻഡിപെൻഡന്റ് ട്രബിൾ പരിശോധിക്കുക. അല്ലാത്ത പക്ഷം വൃത്തിയാക്കുക, നന്നാക്കുക അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കുക. ഈ വീഡിയോയിൽ എൻജിൻ ഡ്രൈവ് ബെൽറ്റ് പരിശോധിക്കുക, എൻജിൻ ഡ്രൈവ് ബെൽറ്റ് ക്രമീകരിക്കുക, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വയറിംഗ് സർക്യൂട്ട് കണ്ടെത്തുക, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വയറിംഗ് സർക്യൂട്ട് വായിക്കുക, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് പ്രശ്നപരിഹാരം എന്നിവ നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.